ഇറങ്ങാം. അപ്പം ഞങ്ങൾ പോകുകയാണ്. എവിടെയാണ്? എന്തുവാ? അത് മതിയോ? കറുത്തകര മതി. ഷർട്ടോ? ആയിക്കോട്ടെ. മണിയണ്ണനാ. ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോവാ കല്യാണത്തിന്റെ. അയ്യോടാ അങ്ങോട്ട് നോക്കി ചോദ്യചിഹ്നം പോലെ ഒരാളിരിക്കുന്നത്. അടുപ്പിച്ച് സൂം ചെയ്ത്. ഓ അച്ചാച്ചിയെ പോലെ ഒരു മുണ്ട് ഷർട്ട്. എന്താ മക്കൾക്ക് വേണ്ടേ? അമ്മനോട് പറ. എന്താ മോനെ വേണ്ടേ? അച്ചാച്ചിയെ പോലെ ഒരു മുണ്ട് ഷർട്ട് അവന്. അച്ചാച്ചിയെ പോലെ താടി വേണോ? താടി വേണ്ട. പിന്നെ മുണ്ട് ഷർട്ട് വേണ്ടേ? ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാ. എവിടെ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വാങ്ങുവാ. ചെന്നിട്ട് പറയാം ഏത് കടയാണ്. അപ്പോൾ കല്യാണ സാരി എടുക്കണം. കല്യാണ ചെറുക്കനും എടുക്കണ്ടേ? ചെറുക്കനും എടുക്കണം. ചെറുക്കനും എടുക്കണം, പെണ്ണിനും എടുക്കണം. പിന്നെ അവൻ്റെ കുറേ ബന്ധുക്കളുണ്ട്, എല്ലാവർക്കും എടുക്കണം. നമുക്കും വേണ്ടപ്പെട്ട 1-2 പേരുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ അമ്മു സാരി കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മൂന് സാരി എടുക്കും. കണ്ണൂരമ്മ ഓണ്ടവേ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്ലാനിലില്ലായിരുന്നു, വെറുതെ വൈകിട്ട് വെച്ച് വരട്ടെ എന്ന്. അതിന് രാവിലെ ഇട്ട് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ആഗ്രഹമുണ്ട് വരണമെന്ന്. കൊണ്ടുപോകോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അതെ, അച്ഛനും മോളും ഇടയ്ക്കിടയ്ക്ക് പോയി ഓർമ്മിപ്പിക്കും. അച്ഛനും മോള് സ്നേഹിക്കുന്നു. അതിൻ്റെ കീഴിൽ പോയിരിക്കുന്നു ഒരാൾ. അടി പോയിരിപ്പുണ്ട് ഒരുത്തി. ഒരുത്തൻ ഉമ്മച്ചനെ ഞാൻ പെണ്ണായിട്ട് കണ്ടിട്ടേ ഇല്ല. എനിക്ക് എപ്പോഴും മോളെ എന്ന് വിളിച്ച് ചേച്ചിയുടെ പാൻ്റെല്ലാം ഇപ്പം. അയ്യോ ഉരുട്ടിക്കൊല. അകത്ത് വരെ പോട്ടെ. ഫ്രീ കഥ ആയിട്ടുണ്ട്. അപ്പക്ക് വീഡിയോ എടുത്തു കൊടുത്തേ. മൊത്തം ഉണ്ടോ നോക്കണേ. അപ്പയുടെ കാല് വരെ കിട്ടണേ. എന്താ പറയണ്ടേ? അപ്പൊ എങ്ങനെയാ നിക്കണ്ടേ? അപ്പ അങ്ങനല്ല, നിക്കാൻ പറഞ്ഞു തരിക. ഇങ്ങനെയാ? അല്ല, ഇങ്ങനെ. ഇതെന്തോന്നു അറ്റൻഷനാ? വീഡിയോ എനിക്ക് നിക്കാൻ പറഞ്ഞു തരിക. അപ്പൊ പോയിട്ട് വരട്ടെ. അപ്പൊ മാമനെ കുത്തിവെക്കാൻ കൊണ്ടുപോവാ. എടാ ഞാനുണ്ടോ? മാമനെ കുത്തിവെക്കാൻ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇപ്പൊ കൊണ്ടുവരാവേ കേട്ടോ. വേറെങ്ങും പോത്തില്ല. ഞങ്ങൾ എന്നിട്ട് അമ്മൂനെ കൊണ്ട് മലപ്പുറത്തും വിടും. എല്ലാം കിടും. ഞങ്ങൾ അമ്മൂനെ മലപ്പുറത്ത് വിട്ടിട്ട് മാമനെ കുത്തിവെക്കാനും പോവാ. സുലോമയെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ പോവാ. സുലോമ ഒരു സ്കൂളിൽ വിടാം. ഉമ്മച്ചകത്തോ പൊന്നെ അകത്ത് നോക്കൂ. പുറത്തെങ്ങും നിൽക്കല്ലേ. ഒരു പൊന്നുണ്ട്, പൊന്നിനെ അകത്ത് കയറ്റി വിടാം കേട്ടോ. അണ്ണാൻ്റെ അടുത്ത് അടങ്ങിയിരുന്നു. എന്താ ചേച്ചേ കോളറൊന്നും നേരെ വെച്ച്. എൻ്റെ പൊന്നാണിന്നുണ്ട്, തൊത്തുകൊണ്ട് രണ്ടും കൂടെ പാറിപ്പറന്ന് നടക്കുക. ബാക്കി വിശേഷമൊക്കെ വന്നിട്ട് പറയാം. അപ്പൊക്കൊരു ഉമ്മ വരാവോ? അമ്മൂനും ആരോടാ പറഞ്ഞ നീ ഒന്ന് മാറിക്കാവോ? നീ വന്നേ. വണ്ടിയോടാ? വണ്ടിയോട് പറഞ്ഞിട്ട് അമ്മു ഉമ്മു. അതെ, എന്റെ അച്ചാച്ചിയാ മറന്നു വെക്കുന്നത്. പൈപ്പ് കൊണ്ടാണോ ഉമ്മ തരാൻ വരുന്നേ? ഞാൻ ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയാ. അപ്പൊക്കാരാ ഉമ്മ വരുന്നേ? ആടാ അപ്പൊക്കെ ഉമ്മതാടാ. കാണിച്ച പൊന്നെ. ആടാ സൂപ്പർ ആണല്ലോ പൊന്നെ. അച്ഛയുടെ കൂടെ വരെങ്കിൽ അംഗൻവാടി പോണേ. ഏത് എനിക്ക് വയ്യ. ചുമപ്പ് നീലേക്ക് ഇട്ടുണ്ട്. വാ. ഈ സാരി മതിയായിരുന്നു കല്യാണത്തിന്. നല്ല ഭംഗിയുള്ളൂ. ഞാൻ നല്ല ഭംഗിയുള്ള സാരി. അങ്ങോട്ട് വെള്ളം നോക്കിയേ കണ്ടോ? അണ്ണാണി ഉണ്ടല്ലോ എന്നും ഗേറ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് ബൈക്ക് നിർത്തേ. എന്നിട്ട് പുറകോട്ട് നടക്കും. ചേച്ചിന്റെ ഭംഗി കണ്ടോണ്ടിരിക്കുക.
പക്ഷെ ഇതിന്റെ നല്ല റെഡ് ഈ ലൈറ്റിൽ കിട്ടുന്നില്ല, കറക്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഇത് നല്ല ബ്രൈറ്റ് റെഡാണ് അല്ലേ? നിങ്ങൾ ഓർണമെന്റ് ഇപ്പൊ വരും, അത് കാണിക്കാമല്ലോ. എനിക്ക് കുറച്ചും കൂടെ റെഡാ ഇഷ്ടപ്പെട്ട. വാടാമല്ലിയുടെ കളറ് അത് തന്നെ, വയലറ്റ് അല്ല, വാടാമല്ലിയുടെ കളറാ. റെഡാണ് നല്ലത്. ഭഗവതിയുടെ മുഖം ഒന്ന് കാണട്ടെ. അല്ല, ഒന്ന് അവര് പ്ലീറ്റ് ചെയ്ത് കാണിക്കും. മണിയും പിള്ളേരും, മണിയും പിള്ളേരും. ഇവരടുത്ത് എന്തെങ്കിലും ഇടും. റെഡ് ചേരുന്നില്ലേ? ഞൊറിഞ്ഞിടുന്നപ്പോ ഭംഗിയുണ്ടെന്ന് സുലുമ ആ കളർ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു. ഇപ്പോഴെങ്കിലും വന്നല്ലേ എന്തൊക്കെ ഞങ്ങൾ ഉടുത്ത് ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ. ചെക്കാ, ഈ റെഡ് എങ്ങനെയുണ്ട്? ഇത് എന്ത് ഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ 3 ട്രയൽ ചെയ്ത് ഇപ്പൊ വീഡിയോ ഒന്ന് കാണിച്ചു തരട്ടെ. ഹലോ, ആ ആ ആ കൊടുത്തു. ശരി. കുഞ്ഞാ, ഇതുകൊണ്ട് ആ റെഡില്ലേ, ഇതിന്റെ താഴെയുള്ള റെഡും ഇതും പിന്നെന്തായിരുന്നു, വേറൊരു പച്ചന്റെ ഉണ്ടായിരുന്നു.
അതോടെ പോയി അമ്മ ഒന്ന് വീഡിയോ പിടിക്കാം. ഇതാ കുഞ്ഞാ ചേട്ടാ ഇതൊന്നും അല്ല ഇത് പുറത്ത് ഡേ ലൈറ്റിൽ കാണുമ്പോൾ ഈ റെഡ് ആവണമെന്നില്ല. കല്യാണം കഴിച്ചു അങ്ങോട്ട് നോക്കൂ. ആരാണ് സുന്ദരി? ഇവിടെ ഒരു തല. അതെ എൻ്റെ ആയുധങ്ങൾ വന്നു. ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടി കൊണ്ടാൽ പരസ്പരം ഈ മജത്തെ പച്ചയും കൂടെ ചേർന്ന് മജത്തെ പച്ചയും അല്ല ചുമ്മാ വെച്ച നിങ്ങളെ സാരി മജത്തെ പച്ചയും കൂടെ ചേർന്ന് അടിപൊളിയാ. പ്രത്യക്ഷപ്പെടുത്തണം പെടും അതെപ്പെടുത്തണം. സാരി എഴുന്നേക്ക് ആണ്. അത് മതി. പച്ച വരും മജന്ത. എന്റെ തുണി എനിക്ക് കുറച്ച് പോയി. എന്തൊരു മാന്യമായ പോക്ക്. എന്തും എൻ്റെ കുഞ്ഞ് തിന്നുന്നറിയാവോ? തൊലി കാണിച്ചേ. പഴം മുറിച്ച് തിന്നടാ. പതുക്കെ 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 കടിച്ചു കടിച്ച് തിന്നെ. ഇവളെ നമുക്ക് കൈ കിട്ടൂല കേട്ടാ. ഇരിപ്പിന്റെ ഭംഗി നോക്കുക. മണ്ണി ചാടിയിട്ട് വന്ന ഇപ്പം. ഞാൻ പോയിട്ട് വരാം ചേച്ചി. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. ആജെ ഇവിടെ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ടോ? പുള്ളി അടിച്ച് വാരിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഓലയൊക്കെ വെച്ചേക്കുന്നേ അമ്മ ഇവർക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൂടിൻ്റെ പുറത്ത് ആദ്യം കുറേ തുണിയായിരുന്നു. അപ്പോൾ നൈറ്റിയൊക്കെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഓല ഇട്ടേക്കുക. അമ്മയ്ക്ക് ചൂടെടുത്താൽ എല്ലാവർക്കും ചൂട്, അമ്മയ്ക്ക് തണുത്താൽ എല്ലാവർക്കും തണുപ്പ്. അതാണ് അമ്മയുടെ സിസ്റ്റം. അപ്പോൾ ഇന്നലെ നമ്മൾ കല്യാണ സാരിയൊക്കെ എടുത്തു. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കല്യാണ പെണ്ണും പോയിട്ട് 2 മിനിറ്റിനുള്ളിൽ സാരി സെലക്ട് ചെയ്യുന്നത്. 2 മിനിറ്റ് തൊട്ട് 1 മിനിറ്റ് പോലും എടുത്തില്ല. ചെന്നു ലിഫ്റ്റിൽ കയറി സാരി ഉള്ളിടത്തോട്ട് ചെല്ലുന്നു. അവരോട് ഞാൻ പറയുന്നു എനിക്ക് ഇന്ന കളറ് വേണം, ഒരു എന്താ ചുമപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളർ വേണമെന്ന് പറയുന്നു. അവരെടുത്തിടുന്നു. ആദ്യം എടുത്തിട്ട് 2-3 എണ്ണത്തിൽ നിന്ന് തന്നെ അപ്പം തന്നെ 2-3 എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് നിരത്തി വെച്ചു. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ട്രയൽ ഇട്ട് നോക്കി, അമ്മൂന് ഇഷ്ടമുള്ളത് ട്രയൽ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാലും എടുത്തതും ഒക്കെ ആദ്യമേ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഫൈനൽ എന്നുള്ളത്. ഒരു ഭംഗിക്ക് കൊടുത്തു നോക്കി, അത്ര തന്നെ. അങ്ങനെ വളരെ പെട്ടെന്ന് ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു. പക്ഷേ സമയം എടുത്തത് അത്രയും ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെയൊക്കെ ആദ്യമേ കഴിഞ്ഞു. നമ്മൾ വലിയ വാഴക്കൊല, റോബസ്റ്റയുടെ കൂറ്റിനൊരു വാഴക്കൊല പെട്ടു. അത് ഒടിഞ്ഞു വീണ, ഭാരം സഹിക്കാൻ വേണ്ടി താങ്ങൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ അത് ഒടിഞ്ഞു വീണു. നിശ്ചയത്തിന് ആരും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടാവും. അമ്മു ഇന്നലെ തിരിച്ചു പോയി. എൻ്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? അമ്മൂൻ്റെയാണ്, നമ്മുടെ ഇവിടുത്തെ അമ്മൂൻ്റെ. അവൾ മേടിച്ചു, പക്ഷെ അവൾ മേടിച്ചിട്ട് ഇട്ടില്ല. അവൾ അന്ന് നേരത്തെ എപ്പോഴും എടുത്ത അവൾക്ക് അളവല്ലെന്നും പറഞ്ഞ് അവൾ മാറ്റി വെച്ചിരുന്നു.
ഞാനിപ്പോൾ കണ്ടുപിടുത്തു. ഞങ്ങൾ ചന്തയ്ക്ക് പോവാം. ഞാനും അണ്ണാണിയും കൂടെ കിടുവും കൂടെ ചന്തയ്ക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ ഓ എൻ്റെ കയ്യിലിരിക്കുന്നു നോക്കി മാർക്ക് എന്തോടത് കൈ മാറ്റിക്കണ്ണാണി ഒന്ന് കാണട്ടവനെ. കൊള്ളാം, ചുട്ട കപ്പയുമായി പോകുന്ന ചെറുപ്പക്കാരൻ. നിന്റെ പ്രായത്തിൽ നീ മാത്രമേ കാണത്തുള്ളൂ ഈ കപ്പ ചുട്ടതിനാണ്. നിൻ്റെ അച്ഛൻ മേടിച്ചോ? അപ്പം ഞങ്ങൾ മഴ പെയ്യുമോ? രാത്രി മൊത്തം ഭയങ്കര മഴയായിരുന്നേ. അല്ല, നല്ല മഴ പെയ്തണ്ണാണി രാത്രി. അല്ലല്ല, നല്ല മഴ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഓ, കറണ്ടും പോയി, ഞാൻ എണീറ്റല്ലേ. പിന്നെ അപ്പം നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ചിറ്റാറ് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സീതത്തോട് പോയിട്ട് കുറച്ച് സാധനമായിട്ട് കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തും. അപ്പോൾ നമ്മൾ കാട്ടിക്കൂടെ കേട്ടോ പോകുന്നത്. എന്തോ അവിടുത്തെ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ പഠിച്ചു. അതുകൊണ്ട് അച്ചാച്ചിയുടെ ഫോട്ടോ എടുത്ത് നമ്മൾ തിരിയുന്നേ പറയുന്ന എല്ലാ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എല്ലാവരുടെ ഫോട്ടോ നല്ല വൃത്തിക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് പോയിട്ടേ മിക്കവാറും ചെളിയായി കാണും മഴ കാരണം. പൊടിയൊന്നും അടങ്ങിയോ. ഈ റോഡ് കോൺക്രീറ്റും ഇന്റർലോക്കും ചെയ്ത് നേരെയാക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. നമുക്കല്ല, വേണ്ടപ്പെട്ടവർക്ക്. അംഗൻവാടിയിലൊരു പുതിയ കൊച്ച് വന്നിട്ടുണ്ടല്ലോ. മൂന്നെന്തോ പറഞ്ഞേ? മൂന്നോ? ആ, മൂന്നെന്ന് പറഞ്ഞ മോൻ കേട്ടില്ലേ? ആ, അവൻ വരെ കേട്ടാണ് 3 കിലോമീറ്റർ എന്ന് പറയുന്നത്. എൻ്റെ കണക്ക് പ്രകാരം മണക്കയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വീട്ടിൽ സാധാരണ എത്തുന്ന പോലെ ഒരു 10-13 കിലോമീറ്റർ പോട്ടെ. അണ്ണാണി പറയുന്നുമില്ല, അറിഞ്ഞൂടാ. ഓ ആ, എന്നോട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു പറ. അത് ശരി. വേണ്ട, ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ചെടലകളെ ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട. കപ്പയുടെ കയ്യിൽ അപ്പക്കുഞ്ഞിൻ്റെ കയ്യിൽ കപ്പ. ചിന്തര ഉറക്കപ്പടിയെ കുരങ്ങനൊക്കെ വരും. പണങ്ങിയോ? കൈയും കെട്ടിയിരിക്കുക. അമ്മു ദേഷ്യം വരുമ്പോ ഇതല്ലേ പറയുന്നത്. അവനും അത് തന്നെ പറഞ്ഞു. അമ്മു ദേഷ്യം വരുമ്പോ ഈ ഡയലോഗ് പറയും. അതുകൊണ്ട് അവനും പറഞ്ഞു. കുറച്ച് നല്ല തേൻ വേണം. എൻ്റെ ഇരുന്ന തേൻ ഞാൻ ആർക്കോ കൊടുക്കും. അപ്പൊ ഞാൻ വേണ്ടപ്പെട്ടവരെ കണ്ടാൽ കുറച്ച് ഒറിജിനൽ തേൻ കിട്ടും, ചെറുതേ. എന്നിട്ട് വേണം എനിക്ക് അരച്ച് മുഖത്തിടാൻ. ആ, സീതത്തോട് ഗ്രാമപഞ്ചായത്ത് കാര്യമല്ല, ഞങ്ങൾ റിച്ചാ. കണ്ടോ പഞ്ചായത്തിന്റെ പേരകൾ? 1, 2, 3, 4. ഓട്ടോ പറഞ്ഞു പറഞ്ഞല്ലേ. ഇപ്പൊ വണ്ടി കൊണ്ടുവന്നെ എന്റെ ഫോൺ. കുഞ്ഞിന് വരുന്ന ഓട്ടോ എനിക്ക് കാണത്തില്ലേ?
ഏതോ വീട്ടിൽ നല്ല ഭക്ഷണയിലയിൽ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ മണം. ചന്ത ദിവസങ്ങളിൽ ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോഴേ വെള്ളിയും ചൊവ്വ ചന്ത ദിവസം ഒരു 11-11:30 ആകുമ്പോൾ നല്ല മത്തിയുറത്ത മണം നമ്മുടെ ക്ലാസ്സിലോട്ട് വരും. ഓഹോ, ക്യാൻറ്റീനിൽ നിന്നൊന്നുമല്ല, ഏതോ വീട്ടിൽ നിന്ന്. പച്ചക്കറിയുടെ ഒക്കെ ഒരു വില ഏറ്റവും പൊന്നേ. വണ്ടിക്കകോ പുറമെല്ലാം സാധനമാണ്. അന്നാണി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കാൻ മാത്രമേ പോകുള്ളൂ കേട്ടോ. കാർ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഇതൊക്കെ കണ്ടുപിടിച്ചോ, പഠിച്ചു വെച്ചോ. നീ വരാനുള്ള ചന്തയ്ക്കൊക്കെ. കോവയ്ക്കയുടെ വില പറഞ്ഞു കേട്ടോ. കിലോ 120 വരെ അങ്ങോട്ട് വന്നായിരുന്നു കോവയ്ക്ക. ഇപ്പോൾ 1.5 കിലോ 100. അതിനെ പറ്റിയെന്തോ വാടിപ്പോയണ്ടോ? കപ്പയാ? നീ തട്ടിക്കളഞ്ഞോ? അമ്മച്ചി മോളാണോ ഇത്? അമ്മച്ചിയുടെ പൊന്നാണുവാണോ ഇത്? പൊന്നാനിയേ, അമ്മയുടെ സുന്ദരിയേ. തട്ടിക്കളയല്ലേ, ഞാൻ വിടുവാവേ. കളയല്ലേ, കാലേ പിടിച്ചോ, അപ്പുറത്ത് പോയിരിക്കേ. അവിടെ പോയിരുന്നു. നിന്നെ തൊത്ത് ബാ. കുറേ ദിവസം ഇവിടെ ഇല്ലാതിരിക്കുമല്ലായിരുന്നോ? അപ്പോൾ നമ്മൾ ഓരോന്നായിട്ടിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫാനിൻ്റെ സൗണ്ട് ഭയങ്കരമായിരിക്കും. അങ്ങനെ ഓരോന്ന് പെറുക്കി ഇതേ ഒരു ദിവസം നമ്മുടെ കിടുണ്ടല്ലോ, ഈ കസേരയുടെ സാധനം എല്ലാം ഇങ്ങനെ ഇളക്കിയെടുത്തു ഓരോന്നോരോന്നായിട്ട്. എന്നിട്ട് അവൻ അങ്ങ് നിരത്തി. ട്രെയിൻ പോകുന്ന ട്രാക്കാന്നും പറഞ്ഞിട്ട്. ഇത്രയും തുണി ഇനി കഴുകണം. അതിനുള്ള സാധനമാണ് എടുത്ത് വെച്ചേക്കുന്നത്. എടാ ഉമ്മച്ചോ, എല്ലാവരും തിരക്കുന്നു, അച്ചാച്ചി എവിടെയെന്ന്. അച്ചാച്ചി എന്നെ കരയിപ്പിക്കല്ലേ. കണ്ണുനീരില്ല. എന്നാലും ഇത് കണ്ടില്ലേ, കാച്ചോട്ടിൽ പിന്നെയും എൻ്റെ സ്നേഹം ഒക്കെ ഉണ്ടാകും. ഒരുപാട് പേരുണ്ട്. എന്നാലും എൻ്റെ പോട്ടെ. എനിക്കിനി ഒരുപാട് കാലം ജീവിക്കണം. ഒരുപാട് കല്ലുമൂളുമാർ ഇനി എൻ്റെ ജീവിതത്തിൽ വരും. പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടിയതൊക്കെ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കണ്ട. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളും ഉണ്ടാകാം, ഒരുപാട് നന്മകളും ഉണ്ടാകാം. ഈ നന്മകളൊക്കെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് എൻ്റെ ലോകം ഇനിയും വേണം. ഇപ്പം നല്ല തിരക്കിലാണ്, വിവാഹത്തിരക്കുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ 5-6 ദിവസം ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇന്ന് ഞാൻ ശകലം ചോറുണ്ടു, ദാഹിക്കുമ്പോൾ ശകലം വെള്ളം കുടിക്കും. എന്തെടുക്കുമ്പോഴും അവൾ കൂടെ ഉണ്ടല്ലോ. അവൾക്ക് വലിയ ഭക്ഷണത്തിനോടൊന്നും ഒരു താല്പര്യവുമില്ല. ചപ്പാത്തി ആണെങ്കിലും ഓരോ ചെറിയ പീസ് ഇങ്ങനെ ഞുള്ളി കൊടുക്കണം. അവൾക്ക് ആർത്തി തീരാത്ത 2 കാര്യമേ ഉള്ളൂ. എൻ്റെ കൂടെ കറങ്ങുന്നതും ചായ കുടിക്കുന്നതും. ചായ എത്ര കോപ്പ കുടിച്ചാലും അവൾക്ക് തികയത്തില്ല. അത് രണ്ടും അവൾക്ക് തികഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ കറങ്ങുന്നത് ഇങ്ങനെ വെള്ളമുണ്ടാകുന്ന ഞാൻ പറയും, മോളെ അച്ചാച്ചി ദൂരെ പോവാ, മോളിവിടെ ഇരുന്നോളാമെന്ന്. 1 മണിക്കൂർ വരെ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ ഒരു ശകലം, ഇപ്പോൾ ഗേറ്റ് ഉള്ളതുകൊണ്ട് ഗേറ്റിലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഗേറ്റ് ഇല്ലാത്ത കാലത്താണ് അവിടുന്ന് ശകലം നീങ്ങും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ റോഡിൽ വരും. പിന്നെ മെയിൻ റോഡെ വന്ന് നടുക്ക് എന്നെ കാത്ത റോഡിൻ്റെ നടുക്ക് കിടക്കും. എത്ര ഓട്ടോ അതുവഴി പോലും അവൾക്കറിയത്തില്ല. പക്ഷേ ഞാൻ വരുന്ന ഓട്ടോ വരുമ്പം അവൾക്ക് കറക്റ്റ് അറിയാം. അവൾ ചാടി ആ ഓട്ടോയിൽ കയറും. അതും വലിയൊരു വിഷയമാണ്. ചില കക്ഷികൾക്കൊന്നും പട്ടിയെ ഓട്ടോയിൽ കയറ്റുന്ന വലിയ ശാവുക വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ മലയൊക്കെ കെട്ടിയേച്ച് മലയുടെ ഭാരം അത് ഇതൊക്കെ കാരണം ഓട്ടോ വിളിക്കും പറയും എൻ്റെ പട്ടിയുണ്ട്. ചിലർ പറയും പട്ടിയെ രാവിലെ എനിക്ക് കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഓട്ടോക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എൻ്റെ കല്ലൂനെ കയറ്റി വരുന്ന ഒരു 10-15 ഓട്ടോ ഉണ്ട്. അങ്ങനെയുള്ള ഏതൊരു ഓട്ടോക്കാരുണ്ടെങ്കിൽ അവരെ മാത്രം ഞാൻ കാത്തിരുന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് ആ ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കല്ലൂനെ കയറ്റാത്ത ഒരു ഓട്ടോയിൽ പോലും ഞാൻ കയറത്തില്ല. ഇപ്പം പിന്നെ കാറെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കാറുണ്ടായിരുന്ന കാറായി. അതുപോലെ ബൈക്കേ ഞാൻ പോകുന്ന സമയത്തും ഇവൾ 2 വീലറിൻ്റെ ഫ്രണ്ടിൽ സ്കൂട്ടി ടൈപ്പ് വണ്ടിയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കും. ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പൂച്ചയോ വേറൊരു പട്ടിയോ എന്തെങ്കിലും കണ്ടാൽ ഇവിടെ എടുത്തൊരു ചാട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ബാലൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പതുക്കനെ സ്ലോയിൽ ഓടിക്കും. ഇവളെൻ്റെ കൂടെ ഓടി എങ്ങനെയാണ്
സത്യം പറഞ്ഞാൽ ഒരു 10-14 വർഷമായി ശ്വാസം കഴിഞ്ഞാൽ ബാക്കി അവളായിരുന്നു. നിഴലെന്നൊക്കെ പറഞ്ഞ നിഴൽ പിന്നെ നമ്മളെ വല്ലപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കാണുമായിരുന്നു. പക്ഷെ അവളെ അത്രയ്ക്കെങ്കിലും അതാണ്ട് കിടക്കും ചിന്നു. കല്ലു പോയ ശേഷം എൻ്റെ കാച്ചോട്ടിൽ നിന്ന് മാറത്തില്ല. കാച്ചോട്ടിൽ നിന്ന് മാറത്തില്ല. പക്ഷെ അവൾക്കെന്താ കുഴപ്പം? വെള്ളം കണ്ടാൽ വെള്ളം കറാമ കാൽ തന്നെ നമുക്ക് പറ്റത്തില്ല. അവിടെ കാലം ചെളി പിടിക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. മേത്തകതിരിക്കാകല്ല അവൾക്കിങ്ങനെ ഇതാ. മറ്റുള്ളതല്ല. ഞാനിത് വഴി പോകുന്നു. ഓ നീ എത്ര കഥയൊക്കെ എല്ലാവരും നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന കമൻ്റ് എല്ലാം ഞാൻ വായിച്ചു. പക്ഷേ പരമഭാഗ്യം ഒരു മനുഷ്യനെ കാട്ടി കൂടുതൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അവൾ സ്വർഗത്തിലാണെന്നും എല്ലാം പറയുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ട്. എന്നാലും അവളും ഇത്രയും പ്രായമൊക്കെ എനിക്കറിയാം. എന്നാലും അതൊരു അങ്ങനെ ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ 14 വർഷമായിട്ട് ശ്വാസം കഴിഞ്ഞ് അവളെ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ശ്വാസം പോലായിരുന്നു എനിക്കവളെ. ഇനിയിപ്പോൾ ആര് കുട്ടുവാവേ, അത് പിന്നെ പാവം അവനെ പിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാര്യം അത് അവനെ ഒന്നിനും വീടിനകത്ത് സ്നേഹിക്കാനല്ലാതെ വേറൊരു കാര്യത്തിനും അവനെ കൊള്ളത്തില്ല. അവനെ കള്ളം വരുന്ന ഓടി പരക്ക്, ആ കള്ളം വരുന്ന കയറി പരക്കകത്ത് പറഞ്ഞാൽ ഓടി വന്ന് പെരക്കകത്ത് കയറും. പക്ഷേ സ്നേഹത്തിന് എല്ലാം ഈ പറഞ്ഞതിൻ്റെ കൂട്ടാണ്. എല്ലാവർക്കും എല്ലാ ഗുണവും കിട്ടത്തില്ലല്ലോ. ഞാൻ വീടിന് പുറത്തിറങ്ങുകയോ ഒന്ന് ഉറങ്ങിയിട്ടോ, ഉറങ്ങുമ്പോഴവളെ ഉറങ്ങും. ഞാൻ ഉറങ്ങി അവിടെ സ്വഭാവം ഞാൻ കാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴാ ടെൻറ്റും കാര്യമൊക്കെ ഉള്ളു. ഇവിടെ പോയി കിടന്ന് ഉറങ്ങിയാലും ഞാൻ ഉറങ്ങിയാൽ പിന്നെ അവൾ ഉറങ്ങത്തില്ല. അവളെ കുറച്ച് നേരം എൻ്റെ കാച്ചുകൂട്ടി വന്നിരിക്കും, കുറച്ച് നേരം എൻ്റെ തലച്ചൂട്ടി ഇരിക്കും, എന്നിട്ട് തല ഇങ്ങനെ കിളത്തി വെച്ചിരിക്കും. പിന്നെ പകൽ വന്ന് സുഖമായിട്ട് ദിവാങ്കോട്ടെ കിടന്ന് അവൾ ലാഫിഷായിട്ട് കൂർക്കം വലിച്ച് പകൽ കിടന്നുറങ്ങും. പക്ഷേ ഞാൻ വീടിന് പുറത്താണെങ്കിൽ അവൾ ഉറങ്ങത്തില്ല. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ ചുമ്മാ അത് കുരയ്ക്കുകയോ, ഫ്ലവേഴ്സ് ഒരു കോടി പോലും പറഞ്ഞിട്ടുള്ളായിരുന്നു, ശ്രീകണ്ഠ സാറിനോട് പോലും പറഞ്ഞിട്ടുള്ള, അങ്ങനെ സാറ് പോലും കേട്ടിട്ടുള്ള അത് അവിടെ അവസ്ഥ. അപ്പോൾ സാറ് ചോദിച്ചു സെക്യൂരിറ്റി ഓഫീസറാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും സെക്യൂരിറ്റി ഓഫീസറാണ്. ഇനി എനിക്കൊരു വലകെട്ടോ മീൻപിടുത്തോ ഒന്നും അങ്ങോട്ട് സങ്കല്പിക്കാനോ ആലോചിക്കാനോ പറ്റത്തില്ല. അങ്ങനെ ഞാനോ ചേച്ചിയും പറമ്പിലോട്ട് ഇറങ്ങിയിട്ടില്ല. അടക്കിയേക്കുന്നിടം നോക്കാൻ പറ്റൂല. പറമ്പിൽ പോയിട്ടെങ്ങും ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇവിടെ മേത്ത് വെട്ട് കൊള്ളത്തിൽ കൂന്താലിക്കല്ലെ തൂമ്പായിക്ക് ഇങ്ങനെ കിളയ്ക്കുമ്പോൾ ഇച്ചിരി മാറിയിരിക്കും. അപ്പോൾ ഞാൻ നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ ഏതേലും വാഴത്തണല്ല അത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നം. അവളെ വഴക്കുണ്ടാക്കോ ഈ ഉമ്മച്ച ഭയങ്കര കുർത്തക്കേടാട്ടോ. ദാ 1 മിനിറ്റ് അടങ്ങിയിരിക്കല്ലടാ ഉച്ച. നിന്നെ നാളെ കൊണ്ട് ഇതിൻ്റെ മുടിയൊക്കെ വെട്ടിക്കാനോടാ. മറ്റേ ഇവർക്കെല്ലാം സീറോ കട്ടാക്കാൻ പോവാം. എല്ലാത്തിനും ഇഞ്ചക്ഷൻ പാപ്പം കൊടുത്തിട്ടുണ്ട്. നീ ഒക്കെ അടിച്ചു. എല്ലാവർക്കും വാക്സിൻ പാപ്പം കിട്ടി. നീ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകണം. എന്നിട്ട് പറഞ്ഞു വന്നാൽ ഞാൻ കൃഷിപ്പണിയൊക്കെ ചെയ്യുമ്പോഴും കല്ലു നല്ല വെയിലൊക്കെ വന്നു കഴിയുമ്പം നേരെ ഈ തട്ടായ ഭൂമിയാണ് ഇവിടെ. ഏതെങ്കിലും ഒരു തട്ടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയ്യെ തലയും വെച്ച് ഇങ്ങനെ കണ്ണിങ്ങനെ ഇരിക്കും. എൻ്റെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നും പറഞ്ഞു. അതുപോലെ രാത്രി വെള്ളം ഒഴിക്കാൻ പോകുമ്പോഴും മോട്ടർ നോക്കാൻ പോകുമ്പോഴും എന്തിനെ ഞാൻ പറഞ്ഞില്ലേ, ശ്വാസോച്ഛ്വാസം കഴിഞ്ഞ് എൻ്റെ കൂടെ അവളായിരുന്നു. ഇത് മാത്രം എന്നെ വിട്ടുപോയി, ശ്വാസം വിട്ടുപോയില്ല. എൻ്റെ ശ്വാസം പോയ പോലെ. പിന്നെ ഇതുങ്ങളെ എല്ലാം സ്നേഹിക്കണേ. എത്ര എണ്ണത്തിനെയാണ് എൻ്റെ മാളൂനും മഞ്ചാടിക്കും നന്ദനയ്ക്കും വരെ മനസ്സിലായി കല്ലു പോയെന്ന്. രാവിലെ പശുവിനെ കിടക്കാൻ പോകുമ്പോഴോ അവളെ തൊഴുത്തിൻ്റെ അടുത്ത് കാണും. അവിടുന്ന് അവൾ അങ്ങനെ എണ്ണീക്കുമ്പോൾ തൊട്ട് ഉറങ്ങുമ്പോഴും അതൊരു വല്ലാത്ത ഇതായിരുന്നു. പിന്നെ ഉരുട്ടി ചോറ് വാരി കൊടുക്കുന്നതും അവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുന്നതും ചായ മാത്രമൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കല്ലു അല്ല ചിന്നു വന്നിരുന്നുണ്ട്. ഞാനിന്ന് ചോറ് കഴിക്കുന്നിടത്ത് വന്ന് എന്നെ മാന്തുക. എന്തിനാ അവിയൽ കൂട്ടി ചോറുണ്ടാൻ, അവിയലിൻ്റെ മണം അടിച്ചിട്ട്. ചേമ്പൊക്കെ ഇട്ട് അവിയലല്ലേ, കണ്ണൻ ചേമ്പ്. ഞാൻ പിന്നെ ഒരു പാത്രം ചോറ് വാരി കൊടുത്തു. നല്ല അവിയലും കൂട്ടി ചോറുണ്ട്. അല്ലെ അവൾക്ക് ചില കറി അവൾക്ക് ഇഷ്ടപ്പെടുന്നു വന്ന് ഇതുപോലെ വിളിക്കും. എന്താ നിന്റെ ഉദ്ദേശം? ഇത്രയും കുരുത്തം കെട്ടൊരു പട്ടീനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കിടുവിനെ കാണുമ്പോൾ കളിക്കൂ, ഭയങ്കര കളി കേട്ടോ, കുരുത്തക്കേടില്ല. ഇവന്റെ ഈ ഒരു കണ്ണ് ചെറുതും ഈ ഒരു കണ്ണ് വലുതും. ഇതിന്റെ കുഴപ്പമില്ല. ഒന്ന് മറ്റേ വിദേശി ഒന്ന് സ്വദേശിയുവാ. പൊന്നെവിടെ? അല്ല ഇനി അയ്യത്തൂടെ കോക്കുമ്മി എവിടെ? അവൻ മടിയിരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല. അവനെ ഇറക്കി വിട്ടപ്പോ നോക്ക്. അയ്യോടാ മല നടക്കുന്ന ധൈര്യം ഉണ്ടോ ചേച്ചി? ജാനുവിനെ ഒന്ന് മടി വിളിച്ച് കയറ്റിക്കേ. പൊന്നെ അവക്ക് എന്നോട് മാത്രമുള്ള സ്നേഹം. ജാനു നമ്മുടെ മോൾ ഇവിടെ കിടപ്പുണ്ടോ? നമ്മുടെ പൊന്നി ഇവിടെ കിടപ്പുണ്ടോ? അവക്ക് പോയി കുളിച്ച് സുന്ദരിയായിട്ട് വരണ്ടേ? ഇപ്പൊ ചെളിപ്പെണ്ണ. ഞാൻ എന്നാ പോട്ടെ.
അച്ചാച്ചി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഇച്ചിരി ശ്വാസം കിട്ടുമെന്ന് ഓർത്ത്. അങ്ങനെ മണിയണ്ണനുണ്ട്. ഞാൻ പറഞ്ഞ മണിയണ്ണ ഒന്ന് കൊണ്ടുപോയി പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഒരു റൗണ്ട് അടിച്ചിട്ട് വാ, വണ്ടിയിൽ പെട്രോൾ ഉള്ളത്. അപ്പോൾ ഇവരൊന്ന് പോയിട്ടൊക്കെ ഒന്ന് വരട്ടെ. അങ്ങനെ എന്നെ വെള്ളമുണ്ടി കെട്ടെ. അല്ലാതെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമുണ്ടിലായതല്ല. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങളൊക്കെ ഇനി പോലെ ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, നമുക്കുള്ള രീതിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്കിനിയും വരാൻ പറ്റത്തില്ല. ഒരു ദിവസം അച്ചാച്ചിയോട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇനി മാർച്ച് തൊട്ട് എപ്പോഴായാലും ഞാനിവിടെ. അതുവരെ ഇച്ചിരി തിരക്കില്ല. അത് കഴിഞ്ഞ് അതിന് നിങ്ങൾ യാതൊരു ഒരു മൂടുപടവും വേണ്ട. ഞങ്ങൾ ഈ കാണുന്നത് അതുപോലെ തന്നെയുള്ളൂ. ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല. പിന്നെ വിമർശനങ്ങളെ ഒന്നും ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങോട്ട് പോന്നോട്ടെ, കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ. ഞങ്ങൾ പക്ഷെ തിരുത്താനും ഇതിൽ നിന്ന് മാറാനും മറിക്കാനും ഞങ്ങളില്ല. ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ്. കടിക്കുന്നു നോക്കിയതിനെ. കിടുവിൻ്റെ പുതിയ സൈക്കിൾ പാർക്ക് ചെയ്ത് വെച്ചേക്ക് നോക്കി. ഇതെന്തോ മീനകത്ത് അച്ചാച്ചിയുടെ അച്ചാച്ചി തുണി തേച്ചതാ നോക്ക്. നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തു. ഇതിൻ്റെ സോക്കേട് നോക്കിയേ. പൊക്കോ, ഞാൻ പറഞ്ഞതാ. കണ്ടോ ഞങ്ങളുടെ തൊത്തിനെ കണ്ടോ? തൊത്തിനിപ്പോ വലിയ കൂടാ. ഓ എന്തുവാടി എന്റെ പൊന്നല്ലേ. ബുദ്ധിമുട്ടണേ, ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്? അയ്യോ കുശുമ്പ് മൂത്തൊരെണ്ണം അവിടെ നിന്ന് നോക്കും, അശോകം നോക്കുന്ന പോലെ. ഭയങ്കര കുശുമ്പിയാണ്. കാണിച്ചു തരാവേ. ഇങ്ങോട്ട് ഇരിക്കുക. ഗുളമാർക്ക് ഇതിനകത്ത് കയറാഞ്ഞിട്ടാ. എനിക്കറിയത്തില്ല. കുഞ്ഞാവടി ഒരു ചേച്ചി കുഞ്ഞാ ഈ മുറിയിലുണ്ടായിരുന്നല്ലോ. എവിടാ ഒരു ഉമ്മ വന്നേ. തന്നെ അയ്യോ കണ്ണി കുത്തല്ലടി. കമ്മലും മുടി എല്ലാം പിഴുതെടുക്കുക. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇറച്ചി മുറുക്കുമായിരുന്നേ. എവിടെ വന്നിരുന്നോണ്ട് കോക്കോന്ന് എന്തൊക്കെയോ പറഞ്ഞു. അത്രയും നേരം എന്നോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നു. തലയിലെ മുടി പിഴുക. മറ്റേ താക്കോൽ എന്തിയേ? മേളില്ലയോ? കുഞ്ഞാവെ വിളിക്ക ചേച്ചി. എന്റെ ഫോൺ ഫ്ലൈറ്റ് മോഡാ. അമ്മയോടൊന്ന് വിളിച്ചു ചോദിച്ചാമേ. ടോയ്ലറ്റിലായിരിക്കും. അത് സാരമില്ല. ഇവിടെ നോക്കിയില്ല ചേച്ചി. എനിക്ക് പൊന്നാണോ എടി എൻ്റെ കണ്ണ് എനിക്ക് വേണ്ട കണ്ണാ. തിന്നാനൊന്നും കണ്ണില്ല. ഇത് പൊണ്ണാണോ? കൊക്കോന്ന് വിളിച്ചേ. കൊക്കോന്ന് വിളിച്ചേ. ഒരു കാര്യം ചെയ്യ്, കൊമ്പേ കയറിക്കും. വണ്ടി കമ്പയിലോട്ട് കയറ. എൻ്റെ മുടിയൊന്നിറങ്ങ. ഇറങ്ങടി, ലാൻഡ് ചെയ്യടി. പോ. ടാറ്റാ പൊന്നാണി സുന്ദരി. ടാറ്റാ സുന്ദരി. ടാറ്റാ. എൻ്റെ കിടുവിൻ്റെ അജയമാമൻ പോന്നു. ഉറങ്ങിപ്പോയി. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവനാരും ഒന്നും കൊടുക്കുന്നില്ല ഈ വീട്ടിലെന്ന്. എല്ലാം അച്ചയ്ക്കാണ് കൊടുക്കുന്നതെന്ന്. ഈ വല്ലപ്പോഴും ഒക്കെ അണ്ണാണി വരുന്നെങ്കിൽ കേട്ടു വിശ്വസിച്ചും പോവും. ദൈവമേ എൻ്റെ കൊച്ചിവിടെ പട്ടിണിയാന്ന്. എനിക്കൊന്നും തരുന്നില്ല, എല്ലാം അച്ചയ്ക്കാണ് കൊടുക്കുന്നത്. എന്താ പരിപാടിയാ? തണുപ്പ് പിടിച്ച് കിടക്കുക. ഉമ്മച്ചനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ. അയ്യോ എവനെ ഇനി എന്തിനു കൊള്ളാം. ഇതാ ഉമ്മച്ച. ഇതാണ് അച്ചാച്ചിയുടെ അജയ്മോൻ, കിടുവിൻ്റെ അജയ്മാമൻ. അജയ്മാമൻ ഒറ്റ മോനാണ്. പോയിട്ട് വാ അമ്മേ. കുഞ്ഞാ മേളിലോട്ട് കയറി പോയിട്ടുണ്ട്. നോക്കട്ടെ എനിക്ക് തന്നെ. അയ്യോ കുഞ്ഞാ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ഇന്ത്യ പാവം ഉണങ്ങിക്കരിഞ്ഞ വെള്ളച്ചാട്ടം. അതായത് ആകെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുഞ്ഞാവയുടെ അവിടെ നിന്ന് 10-30 പേര് വരുന്നുണ്ട് നിശ്ചയം എന്ന് പറയാനില്ല, മോതിരം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മുറ്റത്ത് ഒരു പന്തൽ വരുന്നുണ്ട്. അത് നിശ്ചയത്തിന് പന്തലിടുന്നുണ്ട്. കാരണം എല്ലാവർക്കും വയനാട് വരെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ലല്ലോ.
അപ്പോൾ നമ്മൾ പന്തലൊക്കെ ഇട്ട് ഒരു രസം ഉണ്ടായിരിക്കും അല്ലേ, ഒരു കല്യാണ വൈബ്. അപ്പോൾ 26-ാം തീയതിയാണ് കല്യാണ നിശ്ചയം. ചെറിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി എനിക്കൊന്നൊരു 100 പേരുണ്ടാവും എന്ന് കരുതുന്നു. ആദ്യത്തെ പ്ലാനിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന 30 പേര്, ഇവിടുന്ന് 10-26 പേരും എങ്ങാണ്ടുണ്ട്. 20 പേര് ആദ്യം കുഞ്ഞാ പറഞ്ഞു. എന്നിട്ടൊരു എല്ലാവരും കൂടെ ചേർന്ന് വീടിനകത്ത് വെച്ച് തന്നെ മോതിരം മാറുന്നു, ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അച്ചാച്ചിയുടെ ഓരോ ആഗ്രഹങ്ങളില്ലേ, എല്ലാ അച്ചാച്ചിയുടെ ആഗ്രഹങ്ങൾ പോലെ പോട്ടെ. അവിടെ അവരുടെ ആഗ്രഹം, ഇവിടെ അച്ചാച്ചിയുടെ ആഗ്രഹം, അങ്ങനെ പോട്ടെ. ഞാൻ എന്ത് നോക്കട്ടെ.